മേഘ, ആലപ്പുഴ ജില്ലാ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് പോക്സോ കേസിൽ അറസ്റ്റിലായി ജയിലിലേക്ക് പോയ പ്രതിയെ മോഷണ കേസിലെ പ്രതി അടിച്ചു. അതിന് കാരണം പറഞ്ഞത് എനിക്കും പെൺമക്കളുണ്ട് എന്നുള്ള രീതിയിലാണ്. കാരണം ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോക്സോ കേസ് പ്രതിക്ക് ഒരു തല്ല് കിട്ടേണ്ട കുറവുണ്ട്. തല്ലല്ല, അത് വളരെയധികം കുറഞ്ഞു പോയി. പക്ഷെ അത് കൊടുത്ത ആള് മാറിപ്പോയി എന്നുള്ളതാണ് ഇപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നത്. കാരണം ഒരു കേസിലെ പ്രതി തന്നെ മറ്റൊരു കേസിലെ പ്രതിയെ പോയി ശിക്ഷിക്കുന്നതിനോട് വലിയ യോജിപ്പില്ലെങ്കിലും പക്ഷെ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു തല്ലിന്റെ കുറവില്ലായിരുന്നു. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൊടുക്കേണ്ടതായിരുന്നില്ലേ? ആ പറയുന്ന വ്യക്തിക്ക് എന്നല്ല, ഈ നാട്ടിലെ ഒരു കുറ്റം ചെയ്ത ഒരു പ്രതിക്കും തല്ലു കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതിപ്പോ മോഷണ കേസ് പ്രതിയല്ല, ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ തല്ലിയതെങ്കിലും അല്ലെങ്കിൽ ആ പോക്സോ കേസ് പ്രതിയെ തല്ലിയതെങ്കിലും അത് പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ തന്നെ ഇത്തരത്തിൽ ഈ പീഡന കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെയൊക്കെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനുശേഷം നമ്മൾ തന്നെ പലപ്പോഴും നമ്മളിൽ പലരും പറയുന്നൊരു സാഹചര്യമാണ്, ഇപ്പോൾ പുറത്ത് വിദേശ രാജ്യങ്ങളിലുള്ള ശിക്ഷകൾ കണ്ടുപഠിക്കണം, അല്ലാതെ ഇവരെയൊക്കെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തിയിട്ട് എന്ത് ഗുണമാണുള്ളത് എന്നുള്ള രീതിയിൽ. അതിന്റെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. കാരണം ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ, അതും ഇത്രയും ക്രൂരമായ കൃത്യമൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്കാണെങ്കിലും ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഏതൊരു ആൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ തോന്നുമ്പോഴും ഇതിനു മുൻപ് ചെയ്തവർക്കുണ്ടായ ശിക്ഷ എന്തായിരുന്നു ലഭിച്ചിരുന്നത് എന്നുള്ളത് അവരുടെ ഭയമായി ഉള്ളിൽ കിടന്നാൽ മാത്രമല്ലേ ഈ തരത്തിലുള്ള തെറ്റുകളിൽ നിന്നും പിന്നേക്ക് വലിയാനായിട്ട് ഓരോരുത്തർക്കും തോന്നുകയുള്ളൂ. അപ്പൊ പിന്നെ ഈ തല്ലുകൊണ്ടതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷ, ശാരീരികമായ ശിക്ഷ അനുഭവിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇപ്പോൾ സൗദി പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ എന്ത് തെറ്റ് ചെയ്താലും വധശിക്ഷ നടപ്പാക്കുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ഭയം ഒരുപാടുണ്ടാകുമല്ലോ. ഇറാനിൽ എന്ത് പ്രശ്നമുണ്ടായാലും വധശിക്ഷയാണ്, തൂക്കിക്കൊല്ലുകയാണ് അവസാന വാക്കെന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ അത്രമേൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കില്ലേ? ആൾക്കാർക്ക് എല്ലാവർക്കും ഭയം ഉണ്ടാകില്ലേ? ഞാനത് ചെയ്താൽ അന്ന് അവനെ ഒരു പേര് രാമുവിനെ തൂക്കിക്കൊന്നതുപോലെ എന്നെ തൂക്കിക്കൊല്ലും എന്നുള്ള ഭയം ഉണ്ടാകില്ലേ? എന്നാലും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യമാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റോ അതുപോലുള്ള ഈ ഉപദ്രവിക്കുന്ന പോലുള്ള ശാരീരികമായി ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്നാം മുറയിൽ തല്ലുന്നത്, അതുപോലെ കുറ്റം സമ്മതിപ്പിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാത്തത്. ഇപ്പോൾ സ്റ്റേറ്റിനാണെങ്കിലും നമ്മൾ ഈ പറയുന്ന നമുക്കാണെങ്കിലും ഇതുവരെ കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ഒരു പ്രതിയെ അല്ലെങ്കിൽ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ട ആളെ പോലും ഉപദ്രവിക്കാനുള്ള അവകാശമില്ല. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്ന വാർത്തകളിൽ നിന്നും നമ്മൾ തന്നെ എന്തിനധികം പറയുന്നു, ഈ നടി ആക്രമിച്ച കേസിൽ പല പ്രതികളും വെറുതെ വിട്ട സാഹചര്യത്തിൽ മേഘ പോലും പറഞ്ഞിട്ടുണ്ട് നീതി എവിടെയാണ് നടിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും മേഘ ചോദിച്ചിരുന്നു, ഇവിടെ ഈ പറയുന്ന അതിജീവിതയ്ക്ക് എന്ത് നീതിയാണ് ലഭിച്ചത് എന്നുള്ളത്. ഇവരെയൊക്കെ ജയിലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തിയാൽ നടിക്ക് ഈ പറയുന്ന നീതി കിട്ടി എന്നാണോ അപ്പോൾ മേഘ പറഞ്ഞു വെക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഹർഷ തന്നെ പറഞ്ഞു, മേഘ പറഞ്ഞില്ലേ നടി ആക്രമിച്ച കേസിൽ നീതി ലഭിച്ചില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നീതി ലഭിച്ചില്ല എന്നൊക്കെ. അപ്പോഴൊന്നും ഞാൻ അവരെ കൊല്ലണമെന്നോ അവരെ തൂക്കിക്കൊല്ലണമെന്നോ അവരെ കല്ലെറിയണമെന്നോ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം പറയാം. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഷാരോൺ വധക്കേസിൽ നമ്മൾ കണ്ടതാണ്, കഷായം ഗ്രീഷ്മ എന്നറിയപ്പെടുന്ന ആ കുട്ടിക്ക് തൂക്കുകയർ വിധിച്ചപ്പോൾ ഞാനൊരു സദസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് ആ കുട്ടിയെ തൂക്കിക്കൊല്ലുന്നതിനോട് ഞാൻ എതിരാണ്. ഇപ്പോൾ അതിന്റെ താഴെ വന്നൊരു കമന്റാണ്, എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ വന്നൊരു കമന്റാണ്, നിന്റെ ചേട്ടനാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെങ്കിൽ നീ ഇത് തന്നെ പറയുമോ എടീന്ന്. അപ്പൊ അതിന് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എന്റെ റിപ്ലൈ ഇതാണ്, എന്റെ ചേട്ടനെയാണ് ഒരു പെൺകുട്ടി പ്രണയിച്ച് വഞ്ചിച്ച് കഷായം കൊടുത്ത് അങ്ങനെ ചെയ്തതെങ്കിൽ എനിക്കുണ്ടാകുന്ന വികാരത്തെ പറയുന്നത് അതിവൈകാരികത എന്നാണ്. എനിക്കത് വൈകാരികമായിരിക്കും. കാരണം എന്റെ സ്വന്തം ചോരയിൽ ഉണ്ടായ ഒരാൾക്കുണ്ടായ സംഭവം, അവിടെ ലോജിക്കൽ റീസണിങ് എന്നുള്ള ഒരു സാധനം വരുന്നില്ല. എനിക്കവിടെ ഉണ്ടാകുന്നത് വൈകാരികമായൊരു സംഭവമാണ്. ഇപ്പോൾ ഈ പോക്സോ കേസിൽ ഒരു കുട്ടിയെ ഉപദ്രവിച്ച ഒരാളുടെ കാര്യം പറയുമ്പോഴും എനിക്ക് ആ വൈകാരിക തലമുണ്ട്. എനിക്ക് ഒരു പോക്സോ കേസുകൾ ന്യായീകരിക്കുന്ന ആളല്ല ഞാൻ. എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നാട്ടിൽ ഒരു പോക്സോ കേസും വ്യാജമല്ലെന്ന് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളുമാണ് ഞാൻ. അപ്പോൾ ഇതിലൊരു വൈകാരിക തലമുണ്ട്, പക്ഷെ അപ്പുറത്തൊരു ലോജിക്കൽ സാധനമുണ്ട്. നമ്മുടെ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഒരു വശം. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെന്താമരയുടെ കേസ് എടുക്കാം. ചെന്താമര ഇത്തരത്തിൽ കൊലപാതകം ചെയ്തു, ജയിലിൽ പോയി, അയാൾക്ക് ജാമ്യം കിട്ടി, അയാൾ പുറത്തിറങ്ങുമ്പോൾ അയാളോട് പറയുന്നുണ്ട് വീണ്ടും ഇനി ആ ഏരിയയിൽ പോലും ചെല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് റെസ്ട്രിക്ഷൻ കൊടുത്തുകൊണ്ടാണ് അയാളെ പുറത്തിറക്കുന്നത്.
വന്നത്. പക്ഷെ വീണ്ടും എന്നിട്ടും അയാൾ അവിടെ ചെല്ലുകയും ഒന്നല്ല പിന്നെ 2 കൊലപാതകം നടത്തിയിട്ട് വീണ്ടും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജയിലിൽ പോയാലും ശിക്ഷ ഇത്രയേ ഉള്ളൂ എന്ന് കരുതിക്കൊണ്ട് എത്ര തെറ്റ് ചെയ്താലും തൂക്കി കൊല്ലത്തൊന്നുമില്ലല്ലോ എന്ന് നമ്മളിൽ പലരും പോലും വെറുതെയെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ ചെയ്താലും തൂക്കിക്കൊല്ലാനൊന്നും പോണില്ലല്ലോ, കൂടി പോയാൽ ഇത് ചെയ്യും അല്ലെങ്കിൽ ഇറക്കി വിടും, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയ കേസുകൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്യുമ്പോഴും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ, കുറച്ചുനാൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഗ്രീഷ്മയും പറഞ്ഞത് അത് തന്നെയാണല്ലോ. ഗ്രീഷ്മ എന്താണ് പറഞ്ഞത്? ഈ ഇത്ര വർഷം എനിക്ക് ശിക്ഷ കിട്ടിയാലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് 36-38 വയസ്സുണ്ടാകും, എനിക്ക് അതിനുശേഷം എനിക്ക് ജീവിക്കാമല്ലോ എന്ന് ആ ഒരു കോൺഫിഡൻസ് ഈ തെറ്റ് ചെയ്യുന്ന പ്രതികൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും പുറത്തിറങ്ങിയിട്ട്, അല്ലാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മാനസാന്തരം വന്ന് പുറത്തിറങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്നവർ വളരെ ചുരുക്കം, അപൂർവം മാത്രമാണ്. തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അപൂർവം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഭൂരിഭാഗം ആളുകളും വീണ്ടും അതേ കൃത്യം ചെയ്യാൻ കുറച്ച് നാളുകൾക്ക് ശേഷമെങ്കിലും അതേ കൃത്യം ചെയ്യുന്ന ആളുകളാണ്. അവരെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ പോറ്റി വളർത്തിയിട്ട് പിന്നീട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന ഈ പറയുന്ന അനുഭവിക്കേണ്ടി വന്ന ആ ഒരു പെൺകുട്ടിക്കോ അതിന്റെ കുടുംബത്തിനോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഈ പറയുന്ന പ്രതിയെ കൊന്നാലും തീരില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അവിടെ പോയി സന്തോഷത്തോടുകൂടി ജീവിച്ച് പിന്നീട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ അവരത് കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിക്കുക. നമ്മുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ നമ്മൾ വൈകാരികമായി എന്ന് പറയുമ്പോഴും വൈകാരികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ അവനെ കൊല്ലണം എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് മറ്റൊരാളുടെ കുടുംബവും നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് വരുമ്പോൾ മാത്രം ഇങ്ങനെയാവണം, മറ്റുള്ളവരുടേതാകുമ്പോൾ കുറച്ച് മനസാക്ഷി പ്രതിയോടാകാം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ഇപ്പോഴും ഹർഷ സംസാരിക്കുന്നത് വൈകാരികമാണ്. ഞാനതിനെ കുറച്ച് കാണുന്നതല്ല, വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. പറയുന്ന കാര്യങ്ങളിൽ വസ്തുത കാണാമായിരിക്കാം, പക്ഷേ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നടന്നു പോകുന്നത് റിഫോർമേറ്റീവ് കൈൻഡ് ഓഫ് ലോയിലാണ്. റിഫോർമേറ്റീവ് ലോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സിനിമകളിലും കണ്ടതുപോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന ഒരു സാധനം. പ്രതിയായി നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ പ്രതിയായത് അയാളുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഇടപെടലുകൾ, അയാളുടെ വളർന്നു വന്ന സാഹചര്യം, ഇതെല്ലാം കൊണ്ടാണ് ഒരാൾ കുറ്റവാളിയാകുന്നത്. നമ്മൾ പറയില്ലേ, ഒരാൾ ആക്കുകയാണ്, സമൂഹമാക്കുകയാണ് ചെയ്യുന്നത്, എന്തോ കാര്യം കൊണ്ടോ ആയിക്കോട്ടെ, അയാൾ മാനസാന്തരപ്പെട്ട് അയാൾ ചെയ്ത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് പുറത്തു വരുന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്നത്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നടക്കില്ല. പക്ഷെ നമുക്ക് ഈ ന്യായത്തിന് പുറത്തു പോകാൻ പറ്റില്ല. ഇപ്പൊ ഒരു പ്രതി വന്നുകൊണ്ട് എന്ന് പറയപ്പെടുന്നത് വൈകാരികമായി സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ വീണ്ടും പറയുന്നു, ഒരു പ്രതി എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അയാളെ തല്ലിയത് കൊണ്ട് അവിടെ നീതി നടപ്പാവുന്നില്ല. പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യമില്ല. ഇപ്പൊ ഒരു പോലീസുകാരന്റെയോ ഒരു അഡ്വക്കേറ്റിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് ഹൈദരാബാദിൽ ഒരു വെറ്റിനറി ഡോക്ടർ, 26 വയസ്സുള്ള ഒരു വെറ്റിനറി ഡോക്ടറിനെ ഗ്യാങ് റേപ്പ് ചെയ്ത് കൊന്ന കേസിൽ 4 പേരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിരുന്നു അന്നത്തെ അവിടുത്തെ പോലീസുകാർ. ഒരു പുലർച്ചെ മാധ്യമങ്ങളും നമ്മളെല്ലാവരും കണ്ണു തുറക്കുന്നത് നീതി ലഭിച്ചു, ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചു എന്നുള്ള അഡ്വക്കസി കൊണ്ടാണ് നമ്മൾ എണീക്കുന്നത്. എനിക്ക് ആ വാർത്ത ആദ്യം കണ്ടപ്പോൾ പെട്ടെന്നൊരു വൈകാരിക സന്തോഷം വന്നെങ്കിലും ഒരു അരമണിക്കൂറിനുള്ളിൽ എന്റെ ലോജിക്കൽ തിങ്കിങ് ആണ് അവിടെ വർക്കായത്. അവര് തന്നെയാണ് പ്രതികളെന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഒരു സമയമായിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ ഗ്രീഷ്മ തെറ്റുകാരിയാണെന്ന് ഉറപ്പാണ്. സാഹചര്യ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ട് അവർ തെറ്റുകാരിയാണെന്ന് ഉറപ്പിച്ചെങ്കിൽ പോലും അവരെ കൊല്ലാനുള്ള അവകാശം നമുക്കില്ല. ഒരാളുടെ ഒരു കണ്ണിനൊരു കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ലോകം ഉണ്ടാകുമോ? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, കൈകൊണ്ട് തെറ്റ് ചെയ്താൽ കൈ വെട്ടിക്കളയുന്ന, കണ്ണുകൊണ്ട് തെറ്റ് ചെയ്താൽ കണ്ണ് ചൂഴ്ന്നു കളയുന്ന രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. അവിടെയെല്ലാം കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? നമുക്കത് തോന്നുന്നത് പ്രതികാരമാണ്. ഒരാൾ ആ തെറ്റ് ചെയ്തു, ഒരു കുട്ടിയെ ഉപദ്രവിച്ചു, അയാളെ തിരിച്ച് അടിക്കണം എന്ന് തോന്നുന്ന വൈകാരികമായ ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഈ ലോകത്തൊന്നും നേടാനാകില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഗോവിന്ദച്ചാമി ജയിൽ ചാടി കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുന്ന വിഷയമില്ലാത്തവരാണ് കൈ വീശി അടിക്കുന്നുണ്ട്. സംഭവം കാണുമ്പോൾ ഞാൻ പറയുമ്പോ പോലും ഞാൻ ചിരിക്കുന്നുണ്ട്. ഒരു ചിരി വരുന്നൊരു കാര്യമാണ്. പക്ഷെ അയാളെ പോലീസുകാർ പിടിച്ചു മാറ്റുന്നുണ്ട്. കാരണം അത് ചെയ്യാനുള്ള അവകാശമില്ല. ഇപ്പൊ പോലീസുകാര് മർദ്ദിച്ചുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഒരാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ പറ്റില്ല. ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് ഒരു ഇടപെടൽ നടത്തിയപ്പോൾ പോലീസ് അവർ പറയണ, ഇയാളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒപ്പിടുന്നതിന് സാധുതയില്ല. കാരണം അയാൾ കോടതിയിൽ പറയുകയാണ്, ഞങ്ങള് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മർദ്ദിച്ചാണ് ഇത് ഒപ്പിട്ടതെന്ന് പറഞ്ഞാൽ ഇതിന് വാലിഡിറ്റി പോവുകയാണ്. അപ്പോൾ മർദ്ദിക്കുന്നതിന് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരു വാലിഡിറ്റിയും ഇല്ല. അത് സാധാരണ ജനതയായിക്കോട്ടെ, ഒരു ജഡ്ജി വന്നടിച്ചതായിക്കോട്ടെ, ഒരു പോലീസ് വന്നടിച്ചതായിക്കോട്ടെ, അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്.
ചെയ്ത് തന്നെയാണ് ഈ പ്രതിക്ക് ഈ കുറ്റകൃത്യം ചെയ്യാൻ അവകാശമില്ലാത്തതുപോലെ തന്നെ ഒരു സാധാരണ പൗരന് ഈ പ്രതിയെ ഉപദ്രവിക്കാനുള്ള അവകാശവുമില്ല. ഇപ്പോൾ ഇപ്പൊ പോക്സോ കേസ് പ്രതിയെ മോഷണ കേസ് പ്രതി തല്ലിയില്ലേ, അയാൾക്കെതിരെ കേസുണ്ടാകും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അത് അനുശാസിക്കുന്നില്ല. അത് ചെയ്തത് കൊണ്ട് കുറ്റകൃത്യം കുറയുമെന്നോ അയാൾക്ക് തക്ക ശിക്ഷ കിട്ടിയെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ പോക്സോ കേസിൽ അനുഭവിച്ച പെൺകുട്ടിയുടെ ജീവിതം പോലും ഇത്തരത്തിലൊരു അനിശ്ചിതത്വത്തിലാകുന്ന ഒരു നിലയിലാക്കിയിട്ടായിരിക്കണം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ പെൺകുട്ടിയുടെ ജീവിതത്തിനും ജീവനും ഈ ഒരു നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ കൊണ്ട് ഇയാളെ ജയിലിലാക്കി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരുടെ ഇപ്പം ഞാൻ വൈകാരികമായി എന്ന് പറയാൻ എനിക്ക് ഈ പറയുന്ന പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ അല്ലെങ്കിൽ ഈ കേസ് പെൺകുട്ടി ഷാരോൺ ആരാണെന്ന് ഇവിടെ ഷാരോണിനെ നേരിട്ട് അറിയുന്ന ആൾക്കാരല്ല കേരളത്തിലുള്ളത്. കേൾക്കൂ, ഷാരോണിനെ നേരിട്ട് അറിയുന്ന ആൾക്കാർ ആരുമല്ല ഗ്രീഷ്മയെ കൊല്ലണമെന്ന് പറയുന്നത്. പക്ഷേ പ്രണയം എന്ന വികാരത്തെയാണ് ജനങ്ങൾ എല്ലാവരും വിലയിരുത്തിയത് അവിടെ. അതെ, തീർച്ചയായും ഈ സാധനങ്ങളെല്ലാം ഈ വൈകാരിക തലത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതിപ്പോ ദേശീയമായിക്കോട്ടെ, പ്രണയം എന്ന വികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത് വേറൊരു ഒരു കോണ്ടെക്സ്റ്റിലാണ് നടന്നതെങ്കിൽ ഇതിന് ഇത്ര തീവ്രത ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഷാരോൺ കേസ് വില കുറച്ച് കാണുന്നതല്ല, ചെയ്തത് വളരെ തെറ്റായുള്ള കാര്യമാണ്. പക്ഷേ ഈ ഗ്രീഷ്മ കേസിലൊക്കെ ആണെങ്കിൽ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അവർക്ക് തൂക്കുകയർ പോലൊരു ശിക്ഷ ലഭിക്കാനുള്ള കൃത്യം തെളിയാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നത് ലോ പോയിന്റ് ആണ്. ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ ആക്രമിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഇതാണ് വസ്തുത. നമ്മളത് ഇപ്പോ നാളെ ഗ്രീഷ്മ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഷാരോണിന്റെ അനിയൻ ആ കുട്ടിയെ കൊല്ലാൻ തോന്നുകയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടില് തൂക്കിക്കൊല്ലുകയാണ്. അതുപോലും വേണ്ടെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതുപോലും തെറ്റാണ്. കാരണം അത് തെറ്റാണെന്ന് പറയുമ്പോഴും എത്ര പേര് തൂക്കിക്കൊല്ലുന്നുണ്ട്? ഒരുപാട് പേരൊന്നും തൂക്കിക്കൊല്ലുന്നില്ല. സെഷൻസ് കോർട്ടിൽ ഇപ്പൊ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോർട്ടിൽ അത് കുറയും, സുപ്രീം കോർട്ടിൽ ചെല്ലുമ്പോൾ അത് കുറയും. അത് കഴിഞ്ഞ് ദയാഹർജി കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ട്. അതെ, അപ്പൊ ഇതൊന്നും അതുവരെ എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമാണ് കൊടുക്കുന്നത്. ഇപ്പോ നമ്മൾ പറയുന്നത് ഷാരോൺ കേസ്, ഗ്രീഷ്മ കേസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞൊരു കാര്യമാണെങ്കിൽ പോലും കോടതിയുടെ ലിമിറ്റ്സിൽ അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് അല്ല എന്നുള്ളതാണ്. അത് ലോ പോയിന്റ് ആണ്. അതിനി നമ്മൾ പേഴ്സണലി ഒരാളെ പറയുന്ന ഒരാളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അത് മാറുന്നില്ല.